എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് മത്തങ്ങ വിളയിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഒരു പഴയകാല പലഹാരമാണ്, വളരെ സ്വാദിഷ്ടമാണ്. ഇപ്പോൾ ഇതൊന്നും ആരും ഉണ്ടാക്കാറില്ല, എന്നാലും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിലേക്കായിട്ട് അരി, ചോറ് വെക്കുന്ന അരിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. വറുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിത് വറുത്ത് വരുമ്പോഴേക്കും ഒരു പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കാം. അപ്പോൾ അത് നല്ല കളറും അപ്പോഴേക്കും വരും, ഗോൾഡൻ ക്രിസ്പിയൊക്കെ ആവും. അപ്പോഴേക്കും നമുക്കതൊന്ന് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് മത്തങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം. മത്തങ്ങ എല്ലാം ചെറിയ പീസാക്കി, ഏകദേശം ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ചെറിയ പീസാക്കി മുറിച്ച് വയ്ക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര എടുത്ത് ഒന്ന് പാനിയാക്കി കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അതും അല്പം കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ശർക്കര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക. ഞാൻ ഈ ശർക്കരയിൽ ഒരല്പം വെള്ളം കൂടുതലാണ് ചേർത്തിരിക്കുന്നത്. കാരണം എനിക്ക് ഈ മത്തങ്ങ നമ്മൾ ഈ ശർക്കര പാനിയിൽ ഇടുന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരല്പം വെള്ളം കൂടുതൽ ചേർത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വളരെ തിക്കായിട്ടുള്ളൊരു ജാഗറി സിറപ്പല്ല ഇത്, കുറച്ച് ലൂസായിട്ടുള്ള, കുറച്ച് വാട്ടറി ആയിട്ടുള്ളത് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിപ്പോൾ എത്ര ക്ലീൻ ആണെന്ന് പറഞ്ഞാലും ശരി, ഇതിനകത്ത് എന്തായാലും കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാവും, ഡസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പം ഒന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട്. അതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് അരിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കാം. അതിനുശേഷം മത്തങ്ങ വിളയിച്ചത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിത് ഒരു കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോകണം. ഏകദേശം ഒരു 4 വിസിൽ, ഒരു 5 വിസിൽ, ഓക്കെ, അത്രയും മതി. അപ്പോഴേക്കും ഇതൊന്ന് വെന്ത് കിട്ടും. നമുക്ക് നല്ലോണം വേവണം. ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവൂ, കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ അത്രയും മതി. അപ്പോഴേക്കും അതൊന്ന് വെന്ത് വരും. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നമുക്ക് ആവശ്യം നല്ല വെന്തിരിക്കുന്ന ഒരു മത്തങ്ങ ആണ്. അപ്പോൾ ആവി വരുമ്പോൾ വെയിറ്റ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പലഹാരം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. വളരെ ടേസ്റ്റിയാണ്. മത്തങ്ങ കഴിക്കാനൊന്നും പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടില്ല, അവർക്കിതൊന്നും ഇഷ്ടമാവില്ല. അപ്പോൾ നമുക്ക് മത്തങ്ങ ഇങ്ങനെയൊക്കെ ഒന്ന് രൂപം മാറ്റിയൊക്കെ കൊടുത്ത് നോക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കാം. നമുക്കിത് ഇങ്ങനെയൊക്കെ ചെയ്താൽ കഴിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. വളരെ പഴയ ഒരു പലഹാരമാണിത്. പണ്ടൊക്കെ ഉള്ള ആൾക്കാർ ഇതുണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. മത്തങ്ങയൊക്കെ പറമ്പിൽ ഇഷ്ടം പോലെ ഉള്ള സമയത്ത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. വലിയ കുപ്പിയിലൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും എടുത്ത് കഴിക്കാൻ പറ്റും. ആ വിധത്തിൽ ആണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ചക്കയൊക്കെ വറുത്തി വയ്ക്കുന്ന പോലെ തന്നെ ആ വിഭാഗത്തിൽപ്പെട്ട. അപ്പോൾ ഇനി നമുക്ക് ശർക്കര പാനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരല്പം ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോഴേക്കും നെക്സ്റ്റ് ബാച്ച് ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ശർക്കരയിൽ കിടന്നിട്ട് ഈ മത്തങ്ങ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ സമയം ശർക്കര ഇതിനകത്ത് ഇങ്ങനെ വരട്ടിയെടുക്കും തോറും ഇതിന് നമുക്ക് സ്വാദ് കൂടും. മാത്രമല്ല നമുക്ക് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസങ്ങൾ സ്റ്റോർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ചക്കയൊക്കെ വരട്ടിയെടുക്കുന്ന പോലെ തന്നെ ഇത് ഇങ്ങനെ വരട്ടിയെടുത്ത് വയ്ക്കുക. അപ്പോൾ ഇതിപ്പോൾ വരട്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഒന്നെടുത്ത് മാറ്റി വെച്ചാൽ, അരിപ്പൊടി ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് മാറ്റി വെച്ചാൽ നമുക്ക് ഈ മത്തങ്ങ വെച്ചിട്ട് അടയുണ്ടാക്കാം. നമ്മൾ സാധാരണ ഇലയടയൊക്കെ ഉണ്ടാക്കുമല്ലോ, ഈ ചക്ക വരട്ടിയതൊക്കെ അതിനകത്ത് വെച്ചിട്ട് തേങ്ങയൊക്കെ ചേർത്തിട്ട്, ഏലക്കാപ്പൊടിയും തേങ്ങയൊക്കെ ചേർത്തിട്ട്, അതുപോലെ ഇത് ഒരല്പം മാറ്റി വെച്ചിരുന്നാൽ നമുക്ക് അങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നുള്ളവർക്കും അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചോറ് വെക്കുന്ന അരിയാണ് എടുത്തത്. നമുക്ക് വേണമെങ്കിൽ പച്ചരി ഇട്ടും ചെയ്യാം. അപ്പോൾ ഏത് അരിയാണ് അവൈലബിൾ ആണെന്ന് വെച്ചാൽ അത് ഇച്ചിരി ചെയ്താൽ മതി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അവലോസ് പൊടിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഇതിനകത്ത് വരും. അതാണ് കൂടുതൽ ഇതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. മത്തങ്ങയുടെ ടേസ്റ്റ് അല്ല ഇതിനകത്ത് കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഈ അരി വറുത്തതിൻ്റെ ഒരു ടേസ്റ്റാണ് കൂടുതലായിട്ടും ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിതിനകത്ത് കിട്ടുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും കഴിക്കാൻ
ഉള്ള ഇതൊന്നുമില്ല. അവരിതൊന്നും ഇഷ്ടപ്പെടുമോ എന്നുള്ള സംശയമാണ്. എന്നാലും ഒന്ന് ശ്രമിച്ച് നോക്കുക, ഉണ്ടാക്കി നോക്കുക. നല്ലൊരു പലഹാരമാണിത്. മത്തങ്ങയൊക്കെ നമുക്കിങ്ങനെ കഴിപ്പിക്കാൻ പറ്റും. മാത്രമല്ല ഇത് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിപ്പോൾ കയ്യിലൊട്ടുന്ന ഒരു സ്റ്റേജല്ല, കയ്യിലൊട്ടുന്നതൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് ഇവിടെ വെച്ചങ്ങ് നിർത്താം. ഇനി നമുക്ക് കുറച്ച് കാഷ്നട്ട്സ് ഉണ്ടെങ്കിൽ അതും പിന്നെ കുറച്ച് ഡ്രൈ മുന്തിരിങ്ങയും കൂടെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിനി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബെല്ലൈക്കണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് റണേഴ്സ് കിച്ചൺ. ബൈ ബൈ.